മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ ഫിഗറാണത്. ഓക്കെ, galvanometer consists of a coil with many turns. Okay, it consists of a coil of many turns. Okay, this coil is placed in an external magnetic field. ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ടാവും. ഓക്കെ, ആ മാഗ്നറ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഈ കോയിൽ പ്ലേസ് ചെയ്തത്. കോയിൽസിന് കുറേ ടേൺസ് ഉണ്ടാവും. ഓക്കെ, ഈ കോയിലിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ കോയിൽ ഒരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഒരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു മാഗ്നറ്റിക് ഡൈപോൾ പ്ലേസ് ചെയ്താൽ ദർ വിൽ ബി എ ടോർക്ക്. നമ്മൾ പഠിച്ചു നേരത്തെ ടോർക്ക്. അവിടെ കോയിലിൽ ഒരു ടോർക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ദർ വിൽ ബി എ ടോർക്ക് ഓൺ ദി കോയിൽ. സോ ദാറ്റ് ടോർക്ക് ഈസ് M ക്രോസ് B. ഓക്കെ, ഇതിൽ ഫീൽഡ് എന്ന് പറയുന്നത് M ക്രോസ് B നമുക്ക് MB സൈൻ തീറ്റ എന്ന് എഴുതാം. സൈൻ തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ M ആൻഡ് B. ഇവിടെ ഫീൽഡ് റേഡിയലാണ്. ഓക്കെ, സോ കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഏരിയ വെക്ടറും ഫീൽഡ് വെക്ടറും ഏരിയ വെക്ടറും perpendicular to each other ആയിരിക്കും. സോ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. സോ ടോർക്ക് ഈക്വൽ ടു MB which is equal to NIAB. So theta equal to 90 degree, tau equal to MB, tau equal to NIAB. Okay, തീറ്റ 90 ഡിഗ്രി ആയത് ഫീൽഡ് റേഡിയൽ ആയതുകൊണ്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റേഡിയൽ. മാഗ്നറ്റിക് ഫീൽഡ് റേഡിയൽ ആക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ് സിലിണ്ടറിക്കൽ മാഗ്നറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിലിണ്ടറിക്കൽ മാഗ്നറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഈ കോയിൽസ് എല്ലാം ഒരു സിലിണ്ടറിക്കൽ സോഫ്റ്റ് അയൺ കോറിലാണ് ചുറ്റി വെച്ചതായിരിക്കും. ഓക്കെ, വോണ്ടഡ് ഓൺ എ സിലിണ്ടറിക്കൽ സോഫ്റ്റ് അയൺ കോർ. ഓക്കെ, അപ്പം ഇങ്ങനൊരു സോഫ്റ്റ് അയൺ കോർ ഉണ്ടാവും സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള. ഇതിലായിരിക്കും കോയിൽസ് നമ്മൾ ചുറ്റുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഈ സോഫ്റ്റ് അയൺ കോർ എന്ന് പറയുന്നത് ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഓക്കെ, അത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. കാരണം അതിനെ മാഗ്നറ്റിക് ഫീൽഡിനെ അട്രാക്ട് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ സോഫ്റ്റ് അയൺ കോർ ഈസ് എ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ വിച്ച് അട്രാക്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. സോ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ കൂടെ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. സിലിണ്ടറിക്കൽ മാഗ്നറ്റ് യൂസ് ചെയ്യും, സിലിണ്ടറിക്കൽ സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്യുന്നുണ്ട്. ആ സോഫ്റ്റ് അയൺ കോറിലാണ് ഈ കോയിൽസ് ചുറ്റിവെക്കുന്നത്. ഓക്കെ, ഈ കോയിൽ ഒരു സ്പ്രിങ്ങുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരിയിങ് കോയിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത്, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്യും. അത് ടോർക്ക് കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യും. ഈ റൊട്ടേഷനെ ഈ സ്പ്രിങ് ഒപ്പോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സ്പ്രിങ്ങിൽ ഒരു റീസ്റ്റോറിങ് ടോർക്ക് ഉണ്ടാവും. ഓക്കെ, ആ റീസ്റ്റോറിങ് ടോർക്ക് ഈ റൊട്ടേഷനെ ഒരു സ്റ്റഡി മൂവ്മെൻ്റ് ആക്കി മാറ്റും. ഓക്കെ, റൊട്ടേഷനെ ഒരു സ്റ്റഡി മൂവ്മെൻ്റ് ആക്കി മാറ്റും. അപ്പം അറ്റ് ഇക്വിലിബ്രിയത്തിൽ ആ പോയിന്റിൽ ഇതിൻ്റെ റീസ്റ്റോറിങ് ടോർക്ക്, സ്പ്രിങ്ങിൻ്റെ റീസ്റ്റോറിങ് ടോർക്ക് C5 ആണ്. ഓക്കെ, ഫൈ എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റഡ് ആംഗിൾ. സ്പ്രിങ്ങിൻ്റെ റീസ്റ്റോറിങ് ടോർക്ക് C5 ആണ്, വിച്ച് ഈക്വൽ ടു NIAB. which is equal to NIAB. സോ ഇതിൻ്റെ ടോർക്കിനെ ഇത് ഒപ്പോസ് ചെയ്യുന്നു. സോ റീസ്റ്റോറിങ് ടോർക്ക് ഇതിന് ഈക്വൽ ആകുമ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിലെത്തും. ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇവിടെ ഒരു റീഡിങ് കാണിക്കും. സോ അറ്റ് ഇക്വിലിബ്രിയം NIAB equal to C5. That means torque on the coil equal to the restoring torque on the spring. Okay, C is torsional constant of spring and phi is the angle of deflection.
Phi is the angle of deflection. From this, I equal to C divided by NAB into phi. For a given galvanometer, it is a constant. This constant is called galvanometric constant. Okay, so I is proportional to phi. Okay, that means current കൂടുമ്പോൾ ഡിഫ്ലക്ഷൻ കൂടും, കറണ്ട് കൂടുമ്പോൾ ഡിഫ്ലക്ഷൻ കൂടും, ഡിഫ്ലക്ഷൻ കൂടുമ്പോൾ അതിനനുസരിച്ച് റീഡിങ് ആ സ്കെയിലിൽ എന്ത് കാണിക്കും, റീഡിങ് കാണിക്കും. ഓക്കെ, അപ്പം കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യും, കറണ്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ ഡിക്രീസ് ചെയ്യും. സോ കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു phi. ഓക്കെ, ഡിഫ്ലക്ഷൻ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കറണ്ട് സെൻസിറ്റിവിറ്റി. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്, 4 മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. കറണ്ട് sensitivity of a galvanometer is given by phi by I. Current sensitivity equal to phi by I. That means deflection per unit current. If very small change in current causes a large deflection, then sensitivity is more. Okay, so sensitive ആവുക എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയൊരു കാര്യങ്ങൾക്ക് വരെ എന്താവും, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും, അതിനെയാണ് സെൻസിറ്റീവ് എന്ന് പറയുന്നത്. സോ ചെറിയ കറണ്ടിൽ കൂടുതൽ ഡിഫ്ലക്ഷൻ വരുമ്പം ഇത് മോർ സെൻസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു phi by I. മാറിപ്പോകരുത്, I by phi എന്ന് എഴുതരുത്. ഓക്കെ, ഡിഫ്ലക്ഷന് പ്രൊപ്പോർഷണൽ ആണെന്ന് ഓർത്ത് വെക്കുക, കറണ്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് നമുക്കറിയാം phi by I എന്ന് പറയുമ്പം, ഓക്കെ, നിങ്ങൾ പഠിച്ചു ടോർക്കും ഈ റീസ്റ്റോറിങ് ടോർക്കും ഈക്വൽ ആണ്. ഓക്കെ, കോയിലിൻ്റെ ടോർക്കും റീസ്റ്റോറിങ് ടോർക്കും ഈക്വൽ ആണ്. ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി, ഇതിൽ നമുക്ക് I കണക്ട് ചെയ്യാൻ പറ്റും. സോ phi by I എന്ന് പറയുന്നത് equal to NAB, okay, divided by C. So sensitivity better ആക്കാൻ N increase ചെയ്യാം. Okay, current sensitivity increase ചെയ്യാൻ N increase ചെയ്യാം. So more sensitive ആവും. N എന്ന് പറഞ്ഞാൽ number of turns. ഇപ്പോൾ കോയിലിൻ്റെ number of turns increase ചെയ്താൽ current sensitivity increase ചെയ്യും. ഏരിയ ഇൻക്രീസ് ചെയ്യാം, ഏരിയ ഇൻക്രീസ് ചെയ്താലും ഓക്കെ, ഏരിയ ഓഫ് കോയിൽ ഓക്കെ ഇൻക്രീസ് ചെയ്താലും കറണ്ട് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്താലും കറണ്ട് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാം. സി ഡിക്രീസ് ചെയ്താൽ, ഓക്കെ, സി എന്ന് പറയുന്നത് ടോർഷണൽ കോൺസ്റ്റൻറ്റ് ഓഫ് സ്പ്രിങ് ആണ്, സി ഡിക്രീസ് ചെയ്താലും കറണ്ട് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ആവും. സി ഡിക്രീസ് ചെയ്യാൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഫോസ്ഫർ ബ്രോൺസ് വയറോ അല്ലെങ്കിൽ കോഡ്സ് വയറോ യൂസ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, ഫോസ്ഫർ ബ്രോൺസ് വയർ അല്ലെങ്കിൽ കോഡ്സ് വയർ യൂസ് ചെയ്താൽ സീൻ്റെ വാല്യൂ കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. കറണ്ട് സെൻസിറ്റിവിറ്റി phi by I ആയിരുന്നു, അങ്ങനെയാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്തായിരിക്കും, phi by V ആയിരിക്കും. ഓക്കെ, സോ ഇതിനെ നമുക്ക് phi by IR എന്ന് എഴുതാം. ഓക്കെ, R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് കോയിലാണ്. R is the resistance of coil. R resistance of coil. ഓക്കെ, സോ phi by IR. phi by I വാല്യൂ ഓൾറെഡി അറിയാം, NAB ഡിവൈഡഡ് ബൈ C ആണ്. ഡിനോമിനേറ്ററിൽ എക്സ്ട്രാ ഒരു ആറും കൂടി വരും. ഇതാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. സോ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈക്വൽ ടു NAB ബൈ CR. സോ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യാം, ഏരിയ ഓഫ് ദി കോയിൽ ഇൻക്രീസ് ചെയ്യാം, B ഇൻക്രീസ് ചെയ്യാം, ദെൻ C എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാം. അതേപോലെ എക്സ്ട്രാ എന്തും കൂടി വരുന്നുണ്ട്, റെസിസ്റ്റൻസ് ഓഫ് കോയിൽ ഡിക്രീസ് ചെയ്യാം. ഓക്കെ, അതോർത്ത് വെക്കാം. ക്ലിയർ ആണല്ലോ? സോ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് കറണ്ട് സെൻസിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ R ആണ്. സോ R ഈക്വൽ ടു കറണ്ട് സെൻസിറ്റിവിറ്റി ബൈ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. വളരെ സിമ്പിളാണ്, നീറ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, സോ R ഈക്വൽ ടു കറണ്ട് സെൻസിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഓക്കെ, ഇത് നോർമലി സ്റ്റുഡൻസ് തെറ്റിക്കാറുണ്ട്, കാരണം നിങ്ങൾ പഠിച്ച V ഈക്വൽ ടു IR എന്നല്ലായിരുന്നു. സോ R ഈക്വൽ ടു V ബൈ ആണ്, I ആണ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക. V ഈക്വൽ ടു IR, R ഈക്വൽ ടു V ബൈ I. അപ്പോൾ നമുക്ക് തോന്നുക വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഡിവൈഡ് ബൈ കറണ്ട് സെൻസിറ്റിവിറ്റി ആണ് റെസിസ്റ്റൻസ് ആണ്. തെറ്റാണത്, ശ്രദ്ധിക്കുക. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഇതുമായിട്ട് റിലേറ്റഡ് അല്ല, അത് ഒഴിവാക്കുക. സോ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈക്വൽ ടു കറണ്ട് സെൻസിറ്റിവിറ്റി ഡിവൈഡ് ബൈ R ആണ്. സോ R ഈക്വൽ ടു കറണ്ട് സെൻസിറ്റിവിറ്റി ഡിവൈഡ് ബൈ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. മാറിപ്പോവരുത്, ശ്രദ്ധിക്കുക. ഓക്കെ, നോർമലി കറണ്ട് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്താൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ വരണം എന്നില്ല. ഇവിടെ എക്സ്ട്രാ ഒരു ടേമും കൂടി വരുന്നുണ്ട്, റെസിസ്റ്റൻസ്.
ഓക്കെ, NCERT ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിച്ചോ. ഇതിലെ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്തു. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്താൽ, കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്താൽ കറൻറ്റ് സെൻസിറ്റിവിറ്റി ഡബിൾ ആവും. ഓക്കെ, 2CS ആയി മാറും. ഓക്കെ, കറൻറ്റ് സെൻസിറ്റിവിറ്റി ബിക്കം ഡബിൾ. അതിൻ്റെ കാരണം N ഇവിടെ 2N ആയി മാറി. ഓക്കെ, അപ്പോൾ നമുക്ക് തോന്നും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും ഡബിൾ ആവൂലേ? പക്ഷേ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഡബിൾ ആവില്ല. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി റിമൈൻസ് സെയിം. അതിൻ്റെ റീസൺ ഇതാണ്, നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പം ലെങ്ത് ഓഫ് കോയിൽ ഡബിൾ ആവും. ഓക്കെ, ലെങ്ത് ഓഫ് കോയിൽ ഡബിൾ ആവും, പക്ഷെ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ എന്ത് വരില്ല, ചേഞ്ച് വരില്ല. നിങ്ങൾക്കറിയാം R = ρl/A ആണ്. ഇത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ഓക്കെ, ഈ ഏരിയ അല്ല. സോ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ ചേഞ്ച് വരില്ല. സോ R ഈസ് പ്രൊപ്പോർഷണൽ ടു L. സോ L 2L ആയതുകൊണ്ട് R ബിക്കം 2R. അങ്ങനെയാവുമ്പോൾ ഇത് 2 ടൈംസ് ആവും, ഇതും 2 ടൈംസ് ആവും. 2 ഗെറ്റ് ക്യാൻസൽ. ദാറ്റ് മീൻസ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയിൽ ചേഞ്ച് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, കറൻറ്റ് സെൻസിറ്റിവിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട്, വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയിൽ ചേഞ്ച് വരുന്നില്ല. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാം, കറൻറ്റ് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്താൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ നമ്പർ ഓഫ് ടേൺസ് P ടൈംസ് ആക്കിയാൽ, ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് P ടൈംസ് ആക്കിയാൽ കറൻറ്റ് സെൻസിറ്റിവിറ്റി P ടൈംസ് ആവും. ബട്ട് ദർ വോണ്ട് ബി എനി ചേഞ്ച് ഇൻ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഓക്കെ, പ്രൊവൈഡഡ് ഓൾ അതർ ഫാക്ടേഴ്സ് ആർ കോൺസ്റ്റൻസ്. ക്ലിയർ? അമ്മീറ്റർ. അമ്മീറ്റർ എന്താണ് മെഷർ ചെയ്യുന്നത്? യെസ്, ഇറ്റ് മെഷേഴ്സ് കറൻറ്റ്. കറണ്ട് മെഷർ ചെയ്യാനാണ് അമ്മീറ്റർ യൂസ് ചെയ്യുന്നത്. അമ്മീറ്റർ എപ്പോഴും സീരീസിലാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻ സീരീസ് വിത്ത് ദി അപ്ലയൻസുമായിട്ട് സീരീസിലാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു ബൾബ് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഇതിന് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യുന്ന അമ്മീറ്റർ സീരീസിലായിരിക്കും. ഈ കറണ്ട് തന്നെയാണ് ഇതിലെയും പാസ് ചെയ്യുന്നത്. സോ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് അമ്മീറ്റർ യൂസ് ചെയ്യുന്നത്. അമ്മീറ്റർ യൂസ് ടു മെഷർ കറൻറ്റ്. അമ്മീറ്റർ ഈസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദി അപ്ലയൻസ്. ഇവിടെ ഒരു ഹൈ കറണ്ട് വരുന്നു, അത് ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്താൽ എന്താ പ്രോബ്ലം? ഗാൽവനോമീറ്റർ കേടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഗാൽവനോമീറ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്യുക. ദിസ് ഈസ് കോൾഡ് ഷണ്ട്. ഓക്കെ, ആ പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഷണ്ട്. അങ്ങനെ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഇവിടുന്ന് സ്പ്ലിറ്റ് ആവും. നമുക്ക് വേണ്ടത് ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് വളരെ കുറവായിരിക്കണം. ഗാൽവനോമീറ്ററിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കറണ്ടിനെയാണ് IG എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം കറണ്ട് ദാറ്റ് ഗാൽവനോമീറ്റർ ക്യാൻ ഹോൾഡ്. ഓക്കെ, ആ മാക്സിമം കറണ്ട് ഫുൾ ഡിഫ്ലക്ഷൻ വരാൻ, ഓക്കെ, അതിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന കറണ്ടിനെയാണ് IG എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് ഓഫ് ഗാൽവനോമീറ്റർ. അപ്പോൾ IG ഇതിലൂടെ പാസ് ചെയ്യും. ഈ IG എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. ഓക്കെ, വളരെ ചെറിയ കറണ്ടാണ്. അങ്ങനെയാകുമ്പോൾ മാക്സിമം കറണ്ട് ഇതിലെ പാസ് ചെയ്യണമെങ്കിൽ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കണം. ഓക്കെ, വളരെ ചെറിയൊരു വാല്യൂ ആകുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസോ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വളരെ ചെറുതായിരിക്കണം. അങ്ങനെയാകുമ്പം കൂടുതൽ കറണ്ടും ഇതിലൂടെ പാസ് ചെയ്യും. ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I-IG ആയിരിക്കും. ഇതിനെ ഞാൻ RS എന്ന് എഴുതാം. ഓക്കെ, ഇതിൻ്റെ റെസിസ്റ്റൻസ്, ഇതിനെന്തായാലും റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ ദാറ്റ് റെസിസ്റ്റൻസ് RG എന്ന് എഴുതാം. ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ RG. അങ്ങനെയാണെങ്കിൽ ഇതിലെ കറണ്ട് ഒരു ഹൈ കറണ്ട് വന്നാലും, ഹൈ കറണ്ട് മീൻസ് ഒരു ആംബിയേഴ്സിൽ വരുന്ന ഒരു കറണ്ട്, അതായത് 5 ആംബിയറോ 10 ആംബിയറോ ഒക്കെ വന്നാൽ ഇങ്ങനെ വരുന്ന കറണ്ട് ഇവിടെ നിന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്തിലൂടെയല്ലേ മാക്സിമം കറണ്ട് പോവുക, ഇതിലൂടെ പോകും. സോ RS ഈസ് വെരി വെരി സ്മോൾ. ഓക്കെ, സോ ടു കൺവേർട്ട് ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ വി കണക്ട് എ വെരി വെരി സ്മോൾ ഷണ്ട് വിത്ത് ദി ഗാൽവനോമീറ്റർ. വളരെ ചെറിയൊരു റെസിസ്റ്റൻസ് ഗാൽവനോമീറ്ററുമായിട്ട് പാരലൽ കണക്ട് ചെയ്താൽ നമുക്ക് ഗാൽവനോമീറ്ററിനെ ഒരു അമ്മീറ്ററായിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് ഷണ്ട് ആൻഡ് ദി വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഈസ് വെരി 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 സ്മോൾ. ഓക്കെ, ഇനി ഇതിൽ നിന്നും നമുക്ക് റിലേഷൻഷിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം.
ഇവിടെ നമുക്കറിയാം ഇതിൽ രണ്ടിലെയും വോൾട്ടേജ് സെയിം ആയിരിക്കും, പാരലൽ ആയതുകൊണ്ട്. സോ ഐ ജി ഇൻറ്റു ആർ ജി, ഓക്കെ, ഐ ജി ഇൻറ്റു ആർ ജി ഈക്വൽ ടു ഐ ജി ഇൻറ്റു ആർ ജി ഈക്വൽ ടു ഐ മൈനസ് ഐ ജി ഇൻറ്റു ആർ എസ്. ഓക്കെ, ഐ മൈനസ് ഐ ജി ഇൻറ്റു ആർ എസ്. സോ ആർ എസ് ഷണ്ട് റെസിസ്റ്റൻസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ആർ ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. ഓക്കെ, ഇത് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പഠിച്ചാൽ മതി, ഇതിൽ നിന്ന് നമുക്ക് ഇത് ഡെറിവ് ചെയ്യാം. സോ ഐ ജി ഇൻറ്റു ആർ ജി ഈക്വൽ ടു, ഡയഗ്രാം ഓർത്ത് വെക്കണേ, ഐ ജി ഇൻറ്റു ആർ ജി ഈക്വൽ ടു ഐ മൈനസ് ഐ ജി ഇൻറ്റു ആർ എസ്. സോ ഷണ്ട് റെസിസ്റ്റൻസ്, അപ്പോൾ എത്രത്തോളം ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആർ എസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ആർ ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. ഐ ജി ഈസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് ഓഫ് ഗാൽവനോമീറ്റർ. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് ഓഫ് ഗാൽവനോമീറ്റർ, അതായത് ഗാൽവനോമീറ്ററിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ടാണ് ഐ ജി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വേറെ ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഒരു അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ്, ഇതാണ് അമ്മീറ്റർ. ഓക്കെ, ഈ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് ആർ ജി ആണ്, ഇതിൻ്റെ റെസിസ്റ്റൻസ് ആർ എസ് ആണ്. അപ്പോൾ ഇവിടെ പാരലായിട്ട് വരുമ്പം ഇവിടെയാണ് ഡിവൈസ് വരാം. ഓക്കെ, ഡിവൈസ് ഈസ് ഇൻ സീരീസ് വിത്ത് അമ്മീറ്റർ. ഈ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആർ ജി ഇൻറ്റു ആർ എസ് ഡിവൈഡഡ് ബൈ ആർ ജി പ്ലസ് ആർ എസ്, ഇതാണ് അമ്മീറ്റർ റെസിസ്റ്റൻസ്, ആർ എ എന്ന് എഴുതാം. ഓക്കെ, സോ അമ്മീറ്റർ റെസിസ്റ്റൻസ് ഈസ് ആർ ജി ഇൻറ്റു ആർ എസ് ഡിവൈഡ് ബൈ ആർ ജി പ്ലസ് ആർ എസ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഇതൊന്നും ബൈ ഹാർട്ടഡ് ആവണമെന്ന് നിർബന്ധമില്ല. ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, ഒരു ഐഡിയൽ അമ്മീറ്റർ ആണെങ്കിൽ, ഓക്കെ, ഐഡിയൽ അമ്മീറ്റർ ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഷുഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, ഐഡിയൽ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 0 ആവും. അതിൻ്റെ കാരണം എന്താ? ഇപ്പം നിങ്ങളൊരു വോൾട്ടേജ് സോഴ്സ് ഇവിടെ ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഡിവൈസിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇ ഡിവൈഡ് ബൈ ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. ഇവിടെ ഒരു അമ്മീറ്ററും കൂടി കണക്റ്റഡ് ആണെങ്കിൽ, ഓക്കെ, ഇവിടെ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഇ ഡിവൈഡഡ് ബൈ ഐ എന്ന് പറയുന്ന കറണ്ട് ഇ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ രണ്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെ സമ്മല്ല ഇവിടെ വരിക, ആർ പ്ലസ് ആർ വൺ പ്ലസ് ആർ എന്ന് എഴുതാം. ഓക്കെ, ഈ റെസിസ്റ്റൻസ് ആർ ആയിട്ട് എടുക്കാം, ആർ പ്ലസ് ആർ എന്ന് എഴുതാം, ആർ പ്ലസ് ആർ ഈ റെസിസ്റ്റൻസ് വരും. ഈ റെസിസ്റ്റൻസ് വരുമ്പം ഇതിലൂടെ ആക്ച്വലി പാസ് ചെയ്ത കറണ്ടിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂ ഐഡിയൽ കേസിൽ ഇതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് വരില്ല. സോ നമുക്ക് ഈ കറണ്ട് ഈ ഒരു ഇനീഷ്യൽ കറണ്ടായിട്ടുള്ള തന്നെ എടുക്കാം, ബിക്കോസ് ആർ എ ഇസ് 0. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാക്സിമം ഒരു കറക്റ്റ് വാല്യൂ ഓഫ് കറണ്ട് കിട്ടണമെങ്കിൽ, ഓക്കെ, അക്യുറേറ്റ് വാല്യൂ ഓഫ് കറണ്ട് കിട്ടണമെങ്കിൽ ഐഡിയൽ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 0 ആവണം. പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. എനിവേ, ഇതാണ് ഐഡിയൽ കേസ്. വോൾട്ട് മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ പൊട്ടൻഷ്യൽ. വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരു ഡിവൈസിൻ്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യണമെങ്കിൽ, ഓക്കെ, ഇതാണ് ഡിവൈസ്. ഓക്കെ, ഇതിൻ്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യണമെങ്കിൽ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി പാരലൽ. ഓക്കെ, ഇറ്റ് വിൽ ബി ഇൻ പാരലൽ. ഓക്കെ, പാരലലായിട്ട് കണക്ട് ചെയ്താലാണ് അതിൻ്റെ ഏത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അമ്മീറ്റർ ആണെങ്കിൽ സീരീസ്, അത് ബൈ ഹാർട്ട് ചെയ്ത് അമ്മീറ്റർ സീരീസ്, വോൾട്ട് മീറ്റർ പാരലൽ, അമ്മീറ്റർ സീരീസ്, വോൾട്ട് മീറ്റർ പാരലൽ, അമ്മീറ്റർ സീരീസ്, വോൾട്ട് മീറ്റർ പാരലൽ. അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഐഡിയൽ കേസിൽ 0, അങ്ങനെയാണെങ്കിൽ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഐഡിയൽ കേസിൽ ഇൻഫിനിറ്റിയാണ്. ഐഡിയൽ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആവുമ്പോൾ കറണ്ട് വന്നാൽ ഇങ്ങനെ വരുന്ന കറണ്ട് മാക്സിമം കറണ്ടും ഡിവൈസിലൂടെ പാസ് ചെയ്യണ്ടേ? സോ ഇതിലൂടെ മാക്സിമം ഫ്ലോ ചെയ്യണമെങ്കിൽ ഇവിടെ മാക്സിമം റെസിസ്റ്റൻസ് വരണം. ആ മാക്സിമം റെസിസ്റ്റൻസ് നമ്മൾ ഇൻഫിനിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കറണ്ട് എല്ലാം ഇതിലൂടെ പാസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു കേസ് ഉണ്ടാവില്ല. എനിവേ, സോ പ്രാക്ടിക്കലി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ എന്താ വേണ്ടത്? ഹൈ റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. ഓക്കെ, ഹൈ റെസിസ്റ്റൻസ് ആകുമ്പോൾ മാക്സിമം കറണ്ടും ഏതിലൂടെ പാസ് ചെയ്യും? ഡിവൈസിലൂടെ പാസ് ചെയ്യും. അതല്ലെങ്കിൽ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കുറേ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസിന് കിട്ടുന്ന കറണ്ട് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു മെഷർമെൻറ്റ് എക്യുപ്മെൻറ്റ് കൊടുത്താലും
ഇതിലേക്കുള്ള കറണ്ടിൽ ചേഞ്ച് വരാത്ത രീതിയിലായിരിക്കണം മെഷർമെൻറ്റ് എക്യുപ്മെൻറ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഗാൽവനോമീറ്ററിനെ എങ്ങനെ വോൾട്ട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അമ്മീറ്ററിനെ കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്തത്? റെസിസ്റ്റൻസ് ഷണ്ടായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ഓർത്താൽ മതി. ഓക്കെ, ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് ആയിരിക്കും, ഷണ്ട് ആവുമല്ലോ എന്തായിരിക്കും? സീരീസ് ആയിരിക്കും. അവിടെ വളരെ ചെറിയ റെസിസ്റ്റൻസ് ആണ് ഷണ്ടിൽ കണക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം? ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നു, മാക്സിമം കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യണമെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് മാക്സിമം ആണ്. ഗാൽവനോമീറ്ററിന് അത്രയൊന്നും റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. ഓക്കെ, സോ ഗാൽവനോമീറ്ററിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ഹൈ ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് കൊടുക്കണം. ഇത് ഷണ്ടല്ല, സീരീസ് ആണ്. ഓക്കെ, ഇത് RG. അങ്ങനെയാവും ഇതിലെ പാസ് ചെയ്യുന്ന കറണ്ട് IG ആയിരിക്കും. ഓക്കെ, ഇതിലെ പാസ് ചെയ്യുന്ന കറണ്ട് IG ആണ്. സോ വോൾട്ടേജ് ഈക്വൽ ടു IG ഇൻറ്റു RS പ്ലസ് RG. IG ഇൻറ്റു RS പ്ലസ് RG. IG ഈസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് ഓഫ് galvanometer. V is full scale deflection potential difference. Okay, V is full scale deflection potential difference. നിങ്ങൾ രണ്ടിൻ്റെയും ഡയഗ്രാംസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഡയഗ്രാംസ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, പഠിക്കുക, വൃത്തിയായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സീരീസിലാണ്. അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഐഡിയൽ കേസിൽ 0 ആണ്. ഓക്കെ, വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത് പാരലൽ ആണ്. വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഐഡിയൽ കേസിൽ ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, ഇനി ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കാൻ റെസിസ്റ്റൻസ് പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അത് വെരി ലോ റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി വോൾട്ട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യുന്നു. അത് ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്യുന്നത്. ഇത് ഡയറക്റ്റ് തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. തിയറി അപ്പോൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് 1 or 2 സെക്കൻഡ്സിൽ നമുക്ക് ആൻസർ ചെയ്ത് പോകാൻ പറ്റും. മാറിപ്പോകരുത്, എക്സാം ഹാളിൽ നിന്ന് കൺഫ്യൂസ്ഡ് ആവരുത്. പഠിക്കുന്നത് വളരെ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ തിയറി പാർട്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ഓക്കെ, എ galvanometer having a coil of resistance 60 ohm shows a full scale deflection when a current 1 ampere passes through it. It can be converted into an ammeter to read current up to 5 ampere by. Yes, so diagram നിങ്ങളോട് വേറെ ഒന്നും ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞില്ല, ഡയഗ്രാം മാത്രം പഠിക്കാനാണ് പറഞ്ഞത്. സോ ഇത് ഗാൽവനോമീറ്റർ, കറണ്ട് വരുന്നു, ദെൻ ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് ഷണ്ട് കണക്ട് ചെയ്യുന്നു. സോ ദിസ് ഈസ് ആൻ അമ്മീറ്റർ. ഈ ഷണ്ട് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് RS, ഇതിൻ്റെ റെസിസ്റ്റൻസ് RG, ഇത് IG. അങ്ങനെയാണെങ്കിൽ IGൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ് തന്നു? ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ 1 ആംപിയർ ആണ്. RG തന്നിട്ടുണ്ടാവും. RG ഈസ് 60 ohm. ദെൻ ഇവിടെ ടോട്ടൽ കറണ്ട് ആയി തന്നിട്ടുണ്ട്. ടോട്ടൽ കറണ്ട് 5 ആംപിയർ ആണ് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഫോർമുല IG ഇൻറ്റു RG ഈക്വൽ ടു I മൈനസ് IG ഇൻറ്റു RS. ഇതല്ലേ വരുന്നത്? ഇവിടെ I മൈനസ് IG വരും. ഇവിടെ പൊട്ടൻഷ്യൽ സെയിം ആണ്. സോ IG ഇൻറ്റു RG ഈക്വൽ ടു I മൈനസ് IG ഇൻറ്റു RS. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. IG 1 ആണ്, 1 ഇൻറ്റു RG 60 ആണ്. 1 ഇൻറ്റു 60 ഈക്വൽ ടു I മൈനസ് IG എന്ന് പറയുമ്പോൾ 5 മൈനസ് 1 വരും, 4 വരും. 4 ഇൻറ്റു RS വരും, ക്യാൻസൽ ചെയ്താൽ 15 വരും. സോ RS ഈക്വൽ ടു 15 ohm. സോ 15 ohm പുട്ടിങ് എ റെസിസ്റ്റൻസ് ഇൻ സീരീസ് അല്ല. ഓക്കെ, കാരണം അത് പാരലലാണ് കണക്ട് ചെയ്യേണ്ടത്. പാരലൽ കണക്ട് ചെയ്യണം. സോ ആൻസർ ഓപ്ഷൻ C is the answer. Next question, current sensitivity of a moving coil galvanometer is 5 division per milliampere. 5 division per milliampere ആണ്. അപ്പോൾ നമുക്കതിനെ കൺവേർട്ട് ചെയ്യാം. കറണ്ട് സെൻസിറ്റിവിറ്റി ആണ്. സോ 5 ഇൻറ്റു 10⁻³ ഡിവിഷൻസ് പെർ ആംബിയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. മില്ലി ആംബിയർ ന്യൂമറിക്. സോ ആൻഡ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് 20 division per ampere. The resistance
റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആർ ഈക്വൽ ടു വി ബൈ ഐ. സോ വി ബൈ ഐ ഇവിടെ ചെയ്യരുത്, ഇവിടെ എന്താ വരിക സി എസ് ബൈ വി എസ്. കറണ്ട് സെൻസിറ്റിവിറ്റി ബൈ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ആണ്, മാറിപ്പോകരുത്. സോ 5 × 10⁻³ ഡിവൈഡ് ബൈ 20 വരും, 5000 വരും, ഡിവൈഡ് ബൈ 20 വരും. സോ 250 വരും. സോ ആൻസർ ഇസ് 250 ohm. A galvanometer of resistance G is shunted by a resistance S ohm. To keep the main current in the circuit unchanged, the resistance to be put in series with the galvanometer is. നല്ല ക്വസ്റ്റനാണ് അത്, മെയിൻ്റെ ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്താൽ കറണ്ട് ഐ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗാൽവനോമീറ്ററിൻ്റെ കൂടെ ഒരു ഷണ്ട് റെസിസ്റ്റൻസും കൂടി കണക്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ കറണ്ടിൽ എന്ത് വരും, ചേഞ്ച് വരും. ഓക്കെ, ഈ ഒരു എഫക്റ്റുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇവിടെ ഒരു സീരീസ് റെസിസ്റ്റൻസ് ഇതുമായിട്ട് കണക്ട് ചെയ്താൽ ഓക്കെ ഇതിൻ്റെ എഫക്റ്റ് ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ ഒരു സീരീസ് റെസിസ്റ്റൻസ്, ഇപ്പം ഇത് രണ്ടും ഈക്വൽ ആവണം. ഓക്കെ, അതായത് മെയിൻ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും എന്താവണം, ഐ ആവണം. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ജി ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ ജി പ്ലസ് എസ് ആണ്. ഓക്കെ, ഇത് പാരലലായിരുന്നു. അതിൻ്റെ കൂടെ ഒരു സീരീസ് റെസിസ്റ്റൻസ് ആറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ നെറ്റ് റെസിസ്റ്റൻസ്. ഇത് ഏതിന് ഈക്വൽ ആവണം, ഇതിന് ഈക്വൽ ആവണം, എന്നാലേ കറണ്ടിൽ എന്ത് വരാതിരിക്കുള്ളൂ, ചേഞ്ച് വരാതിരിക്കുള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ജി. ഇവിടെ ഷണ്ട് വരുമ്പോൾ കറണ്ടിൽ ചേഞ്ച് വരും. ഓക്കെ, സോ ഇതിൽ കറണ്ടിൽ ചേഞ്ച് വരാതിരിക്കാൻ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആഡ് ചെയ്യണം. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് ജിക്ക് ഈക്വൽ ആയിരിക്കും, അതായത് ഈ റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. സോ അതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ആർ ഈക്വൽ ടു ജി മൈനസ് ഇങ്ങോട്ട് എടുക്കാം ജി എസ് ബൈ ജി പ്ലസ് എസ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ജി സ്ക്വയർ വരും, പിന്നെ ഒരു ജി എസ് വരും, ജി എസ് ക്യാൻസൽ ആവും. സോ ജി സ്ക്വയർ ബൈ ജി പ്ലസ് എസ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ ജി സ്ക്വയർ ബൈ ജി പ്ലസ് എസ്. യെസ്, ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. എ ഗാൽവനോമീറ്റർ ഓഫ് 50 ohm resistance, so Rg is 50, okay, has 25 divisions. Okay, has 25 divisions. A current of 4 × 10⁻⁻4 ampere gives a deflection of 1 per division. സോ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 4 × 10⁻⁴ ആണ് കറണ്ട് വരുന്നത് ഒരു ഡിവിഷൻ. അങ്ങനെ എത്ര ഡിവിഷൻസ് ഉണ്ട്, 25 ഡിവിഷൻസ് ഉണ്ട്. അങ്ങനെയാണ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് എത്രയായിരിക്കും, ഒരു ഡിവിഷൻ വരുന്നത് എത്രയാണ് 4 × 10⁻⁴. അങ്ങനെ കുറേ ഡിവിഷൻസ് വരുന്നുണ്ട്. അപ്പോൾ 25 ഡിവിഷൻസ് വരുമ്പോൾ ഐ ജി എത്രയായിരിക്കും, 25 × 4 × 10⁻⁴ വരും. 25 × 4 100 ആണ്, 100 വരുമ്പോൾ 10⁻⁻2 വരും, ആംപിയർ ആണ്. യെസ്, ഐ ജി കിട്ടി. ദെൻ ടു കൺവേർട്ട് ദിസ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ, ആദ്യം ഡയഗ്രാം വരയ്ക്കും. ഗാൽവനോമീറ്ററിന് വോൾട്ട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, സോ ഇത് ഗാൽവനോമീറ്റർ, ഇതിൻ്റെ ആർ ജി എടുക്കാം. ഇതാണ് ഇവിടെ വരുന്ന വോൾട്ടേജ്. ഓക്കെ, സോ വോൾട്ടേജ് തന്നിട്ടുണ്ടോ, വോൾട്ടേജ് എത്രയാണ് മെഷർ ചെയ്യേണ്ടത്, 25 volts ആണ്. സോ വി ഈക്വൽ ടു ഐ, ഇതിലേക്ക് കറണ്ട് വരുന്നുണ്ട് ഐ, ഇതിലെ വരുന്ന കറണ്ട് എത്രയാണ് വരിക, ഐ ജി ഇൻറ്റു ആർ എസ് പ്ലസ് ആർ ജി. ഓക്കെ, ആർ എസ് പ്ലസ് ആർ ജി, ബാക്കി കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും, അത് ഡിവൈസിലേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, 25 ഈക്വൽ ടു ഐ ജിൻ്റെ വാല്യൂ എത്രയാണ്, 10⁻² ഇൻറ്റു ആർ എസ് പ്ലസ് ആർ ജി. ആർ എസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, പ്ലസ് ആർ ജി എത്രയാണ് 50. ഓക്കെ, ഈക്വൽ ടു 2500. സോ ആർ എസ് ഈക്വൽ ടു 2450. ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ യെസ്, 2450 ohm ഇൻ സീരീസ്.